വയനാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി 2,39,554 വോട്ടുകൾ നേടി മുന്നേറുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു. ഹരി, വിശദാംശങ്ങൾ. ഷാൽമ, വയനാടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ബാധിച്ചില്ല എന്നുള്ള തരത്തിൽ പ്രിയങ്ക മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ ഭൂരിപക്ഷം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1,67,539 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി മുന്നേറുന്നത്. ആകെ 2,53,940 വോട്ടുകളാണ് പ്രിയങ്ക ഇതുവരെ നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നിൽ നിൽക്കുന്നത് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ്. സത്യൻ മൊകേരിക്ക് 86,401 വോട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്താണ് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. നവ്യ ഹരിദാസിന് 48,122 വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-നെ തെല്ലും ബാധിച്ചിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 1,70,000-ഓളം അടുക്കുകയാണ് 3 മണിക്കൂറിലെത്തി നിൽക്കുമ്പോൾ. വോട്ടെണ്ണാൻ തുടങ്ങി 3 മണിക്കൂറിലെത്തി നിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. 1,70,000-ലേക്ക് കടക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയാൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോട് അടുക്കും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 3,62,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഈ നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി ഈ ഭൂരിപക്ഷത്തോട് അടുക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-നെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം NDA BJP വോട്ടുകൾ കുറയുന്ന ഒരു കാഴ്ചയും വയനാട് കാണാൻ കഴിയുന്നുണ്ട്. സത്യൻ മൊകേരിക്കും ഇതുവരെ വളരെ വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സത്യൻ മൊകേരിക്ക് 2ാം സ്ഥാനമാണെങ്കിലും വോട്ട് വിഹിതം കുറയുന്ന ഒരു കാഴ്ച ഉണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ പ്രിയങ്ക ഗാന്ധി കൂടുതൽ ഭൂരിപക്ഷം നേടും എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഷാൽമ. ശരി ഹരി, വയനാട് നിന്നും ഹരികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.